എവരിവൺ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ആംസ് ഹെവൻ. അപ്പോൾ കുറേ ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഒരു ട്രാവൽ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളൊരു ട്രിപ്പ് വന്നിരിക്കുകയാണ്, കുറച്ചധികം ദിവസമുണ്ട്. അപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. UAE വരുമ്പോൾ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഐറ്റംസ് നാട്ടിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ കാണാറുള്ള ഒരു റിവ്യൂ അല്ലെങ്കിൽ കുറച്ച് വീഡിയോസ് കാണാറുണ്ടായിരുന്നു. ടേസ്റ്റി നിബിൾസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ റെഡി ടു ഈറ്റ് ഫുഡ് ഐറ്റംസ്. അപ്പോൾ ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് ഞാൻ അതും കുറച്ചധികം പ്രൊഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ കൂടിയാണ്. ഇതൊരു സ്പോൺസേഡ് വീഡിയോ ഒന്നല്ല, അവർക്ക് എന്നെ അറിയ പോലില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ആ ഒരു പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ കൂടി ഇതിൽ പറയുന്നതായിരിക്കും. അതിൻ്റെ കൂടെ ബാക്കിയുള്ള ഐറ്റംസും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബാക്കിയുള്ള ഐറ്റംസിൻ്റെ കാണിക്കാം. അത് കുറച്ചേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ ഫുഡ് ഐറ്റംസിൻ്റെ റിവ്യൂ കൂടി പറയാം. ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ കാര്യമായിട്ട് ഇവിടെ ഷെയർ ചെയ്യുന്നില്ല. ഒരു യൂറോപ്യൻ ട്രിപ്പാണ്. അപ്പോൾ യൂറോപ്പ് കൺട്രീസിലേക്കൊക്കെ പോകുന്നവർക്ക് പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോകുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ഐറ്റംസ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഈ ക്ലോത്ത്സിൻ്റെ വാക്കം ബാഗാണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാകും. അത് ആക്ച്വലി നല്ല യൂസ്ഫുൾ ആണ്. നമുക്ക് ഒരു സ്യൂട്ട് കേസിൽ തന്നെ ഒരുപാട് ഡ്രസ്സസ് വെക്കാൻ പറ്റും വാക്കം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ എനിക്കിതൊരു സിംഗിൾ ടൈം യൂസ് ആയിട്ട് തോന്നിയേ. അങ്ങോട്ട് പോയപ്പോൾ ഓക്കെ ആയിരുന്നു. തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഏതൊക്കെയോ വാക്കം ബാഗ്സിന് ഹോൾസ് വന്ന കാരണം അത് ശരിക്കും വാക്കമായിട്ട് ഇരുന്നില്ല. അപ്പോൾ നല്ല റിവ്യൂകളൊക്കെ നോക്കിയാണ് വാങ്ങിച്ചത്. എന്ത് പറ്റിയതാണെന്ന് അറിയില്ല. അപ്പോൾ റഫ് യൂസിന് അത്ര നല്ലതല്ല എന്ന് തോന്നി. പിന്നെ നെക്സ്റ്റ് ഈ ടോയ്ലറ്ററീസ് ബാഗാണ്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ ടെമു ഹോളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. സെയിം ആണ്, ഞാൻ റിട്ടേൺ ചെയ്തിട്ടില്ല. ഇതൊരു 3 സെറ്റാണ്. നമുക്ക് മേക്കപ്പ് പ്രൊഡക്ട്സും അല്ലെങ്കിൽ ഷാംപൂ, ബാത്റൂമിലേക്കുള്ള പ്രൊഡക്ട്സ്, നമ്മളുടെ സോപ്പ്, ഫേസ് വാഷ് അങ്ങനത്തെയൊക്കെ കൊണ്ടുവരാനായിട്ട് നല്ലതാണ്. ഇതിപ്പോൾ മാൻഡേറ്ററി ഒന്നുമില്ല, പക്ഷെ ഉണ്ടെങ്കിൽ കുറച്ചെല്ലാം കൂടി ഒന്ന് ഒതുങ്ങിയിരിക്കാനായിട്ട് നല്ലതാണ്. പിന്നെ ഇത് ഷൂ ബാഗ്സ് ആണ് കേട്ടോ. നമുക്ക് ഷൂസൊക്കെ ഇതിലിട്ട് കൊണ്ടുവരാം. ഇത് മാൻഡേറ്ററി ഒന്നുമല്ല, സാധാരണ ഒരു കവറിലിട്ട് വന്നാലും മതി. ഇതാകുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. വലിയ ആൾക്കാരുടെ ഷൂ ഒക്കെ ആണെങ്കിൽ ഒരെണ്ണയൊക്കെ ഉള്ളൂ. അതല്ല നോർമൽ ചപ്പൽസ് അല്ലെങ്കിൽ കുട്ടികളുടെ സ്ലിപ്പേഴ്സൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു 2 വെക്കാം. പിന്നെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോകുമ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കുമല്ലേ. അവിടെ വാഷ്റൂംസിലൊന്നും ഫോസറ്റ് അല്ലെങ്കിൽ വിടറ്റുണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇവന് ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ്സിൽ വരെ നമുക്ക് അങ്ങനെ ഒരു സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഈ ഒരു ബോട്ടിൽ. ഇത് പോർട്ടബിൾ ബിഡറ്റ് എന്ന് പറയും. നമുക്ക് ആമസോണിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഒരു അറൗണ്ട് 300, പല റേഞ്ചിലും ഉണ്ട്. 300, 400 ആ ഒരു റേഞ്ചിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതൊരു ബോട്ടിൽ പോലെയാണ്. ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഈസി ആയിട്ട് സ്ക്യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെയാണ്. ഒരു സിലിക്കോൺ കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിറയ്ക്കാം. ഇത് 1/2 ലിറ്ററിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ. പിന്നെ ഇതിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഒരു ഹോൾസൊക്കെയുള്ള, നമ്മളുടെ നോർമൽ ഷവറൊക്കെ പോലെ കുറച്ച് ഹോൾസൊക്കെയുള്ള ഒരു ഇതുണ്ട്. എന്നിട്ട് ഇത് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ജസ്റ്റ് മുകളിലേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. നമുക്ക് തന്നെ സ്ക്യൂസ് ചെയ്ത്, സ്ത്രീകൾക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും ഇത്. നമ്മൾക്കല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിനെനിക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നി. അതുപോലെ ഫ്ലൈറ്റിലും പിന്നെ നമ്മൾ കണക്ഷൻ ഫ്ലൈറ്റൊക്കെ ആണെങ്കിൽ ലേ ഓവറിന് വേണ്ടിയിട്ടുള്ള എയർപോർട്ടിലും ഇതുണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മളുടെ എമർജൻസി സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യാനായിട്ട് ഒരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വാങ്ങിച്ചതിന് 2 ഹെഡ്സ് വരുന്നുണ്ട് കേട്ടോ. ഒരെണ്ണം സൈഡിൽ ഹോൾസ് ഉള്ളതും പിന്നെ ഒരെണ്ണം സെൻറ്ററിൽ ഇതുള്ളതും. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല, രണ്ടും എന്തായാലും യൂസ്ഫുൾ ആണ്. ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ എയർബിഎൻബി ഒക്കെ എടുത്ത് നമ്മളൊരു റൂമിൽ നിൽക്കുകയാണെങ്കിൽ അവിടുത്തെ ബാത്റൂമിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ബിഡറ്റ് കൂടി ഉണ്ട്. അതും ഞാൻ ഇതിൻ്റെ കൂടെ കാണിക്കാം. അതും നമുക്ക് ഇവിടെയും വാഷ്റൂംസിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ എല്ലാ വാഷ്റൂംസിലും അതെങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ ടാപ്സ് ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഞങ്ങൾ വാങ്ങിച്ചത് ഓക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ കൂടി ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ, ഞങ്ങൾ വേറൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഒരു ഫോസറ്റാണിത്. ഓൺലൈനല്ല, പക്ഷെ ഓൺലൈനിലും അവൈലബിൾ ആണ്.
ഇത് ഞങ്ങളിപ്പോൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് വാഷ് ബേസിൻ്റെ പൈപ്പിലാണ്. പക്ഷേ ഞങ്ങളൊരു 3-4 റൂംസിൽ നിന്നിരുന്നു. അവിടെ എല്ലാ ബാത്റൂമിലും എല്ലാ വാഷ് ബേസിൻ്റെ പൈപ്പിലും ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ലാസ്റ്റ് നിന്ന 2 റൂമിലൊക്കെ നമ്മൾ കുളിക്കുന്ന ഷവർ ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെയാണ് കണക്ട് ചെയ്തത്. അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എല്ലാ പൈപ്പ്സിലും എല്ലാ ടാപ്സിലും ഫിറ്റ് ആവുന്ന പോലെ നോക്കി വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനായിരിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഈ യൂണിവേഴ്സൽ അഡാപ്റ്റർ. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഞങ്ങൾ വാങ്ങിച്ചത് ഈ ഒരു ബ്രാൻഡിൻ്റെ ആയിരുന്നു നാട്ടിൽ നിന്ന്. ഇതും നല്ലതായിരുന്നു. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ ടേസ്റ്റി നിബിൾസിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചധികം ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും കുറേ ഉണ്ടല്ലോ എന്ന്. പക്ഷേ ആക്ച്വലി ഞങ്ങൾക്കിതൊരു 2-3 ദിവസത്തേക്കുള്ള ഫുഡ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവരുടെ ക്വാണ്ടിറ്റി പറയാം. ഇവരുടെ എല്ലാം ഒരു സിംഗിൾ സെർവ് ക്വാണ്ടിറ്റി ആണ്. ഇപ്പോൾ ഒരാളൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇത്ര അധികം ഐറ്റംസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ കുറച്ചധികം ദിവസം 2 ടൈംസ് ഒക്കെ കഴിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇവരുടെ ഈ ഒരു റേറ്റിന് ക്വാണ്ടിറ്റി കുറച്ച് കുറഞ്ഞു പോയെന്ന് ഞങ്ങൾക്ക് തോന്നിയായിരുന്നു. മിക്കതും എസ്പെഷ്യലി റൈസ് ഐറ്റംസ് ഒക്കെ ശരിക്കും സിംഗിൾ സെർവ് ക്വാണ്ടിറ്റി ആണ്. കറികളും അതന്നെ. പിന്നെ അധികം കഴിക്കാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് 2 ആൾക്കൊക്കെ ആയിട്ട് കഴിക്കാം. അതല്ല അത്യാവശ്യം നന്നായിട്ട് കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉള്ളൂ. പക്ഷേ ഫിഷ് കറി പിന്നെ അതിലൊരു പ്രോൺസ് മാംഗോ കറിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യത്തിന് 2 പേർക്ക് നല്ല പോലെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയും പീസസും ഉണ്ട് ഫിഷ് കറിയിലൊക്കെ. ഹലോ എവരിവൺ, ഞങ്ങൾ അബുദാബിയിൽ തിരിച്ചെത്തിയിട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോയിൽ കുറച്ച് ക്ലിപ്പിങ്സ് കുറവായതുപോലെ തോന്നി. ഫുൾ കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കരുതിയ ഒരു ഔട്ട്രോ പോലെ എടുക്കാമെന്ന്. അപ്പോൾ ടേസ്റ്റി നിബിൾസിൻ്റെ ക്വാണ്ടിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇനി ടേസ്റ്റിൻ്റെ കാര്യമാണ്. ടേസ്റ്റ് എല്ലാം ഓക്കെയാണ്. ചില നോൺ വെജ് കറികളൊക്കെ നല്ല അടിപൊളിയാണ്. എസ്പെഷ്യലി ചിക്കൻ ചില്ലി കൊണ്ടാട്ടം പിന്നെ ഫിഷ് കറി അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ റൈസ് ഐറ്റംസ് അത്രയ്ക്ക് അങ്ങ് പോരായിരുന്നു. അത് റൈസ് ഐറ്റംസ് നമ്മൾക്കൊരു ട്രാവൽ ഫ്രണ്ട്ലി ഇതുപോലെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു റൂം എടുത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാരണം റൈസ് ഐറ്റംസ് ഒക്കെ നമ്മൾ വെറുതെ ചൂടുവെള്ളത്തിലിട്ട് വെച്ച് പിന്നെ എടുത്തു കഴിഞ്ഞാൽ അത്ര കുക്കാവാത്ത പോലെ എനിക്ക് തോന്നിയായിരുന്നു. ശരിക്കും അത് ഒരു ഹാഫ് കുക്ക്ഡ് റൈസ് നമ്മൾ കഴിക്കുന്ന ഒരു ഫീലാണ് റൈസ് ഐറ്റംസ്. ഞാൻ ബിരിയാണി വാങ്ങിച്ചിരുന്നു, ചിക്കൻ ബിരിയാണി പിന്നെ ടൊമാറ്റോ റൈസ്, അങ്ങനെ 1-2 കുറച്ചധികം റൈസ് ഐറ്റംസ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്കൊരു 2 വട്ടം ഞങ്ങൾക്ക് പണി കിട്ടിയായിരുന്നു. ഞങ്ങൾ ഫ്ലാസ്കിൽ ചൂടുവെള്ളമൊക്കെ ആയിട്ട് പുറത്ത് പോയി, എന്നിട്ട് ആ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ട് അത് കുക്കായില്ല. അപ്പോൾ നമുക്ക് പുറത്തായതുകൊണ്ട് വേറെ ഓപ്ഷനും ഇല്ല. ഞങ്ങൾ ആ ഹാഫ് കുക്ക്ഡ് റൈസ് കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷേ വീട്ടിൽ വെച്ച് ഞങ്ങളെടുത്ത റൂമിൽ വെച്ച് കുറച്ച് നേരം അതൊന്ന് വെള്ളത്തിലിട്ട് അവരുടെ ആ പൗച്ച് ചൂടുവെള്ളത്തിലിട്ട് നമുക്ക് കുറച്ച് നേരം വെക്കാനാണ് അവർ പറയുന്നത്. അപ്പോൾ അതുപോലെ ആ പൗച്ച് പൊട്ടിക്കാതെ ചൂടുവെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ്സ് ഒക്കെ ബോയിൽ ചെയ്തപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ കുക്കായിട്ടുണ്ടായിരുന്നു. പക്ഷേ റൈസ് ഐറ്റംസിൻ്റെ ടേസ്റ്റും അത്രയ്ക്കും അങ്ങോട്ട് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ ചിക്കൻ ബിരിയാണിയിലൊക്കെ ഞാൻ ബോൺലെസ് ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചത്. ചിക്കൻ പീസസ് ഒരു ചെറിയ 3-4 ചിക്കൻ പീസസ് ഉള്ളൂ. അതും അത്രയ്ക്കും അങ്ങോട്ട് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല. കുഴപ്പമില്ല, അത്ര മോശം എന്ന് പറയാനില്ല, എന്നാൽ ഭയങ്കര സൂപ്പർ എന്ന് പറയാനുള്ളതും ഇല്ല. അതുപോലെ ചിക്കൻ പീസസും വളരെ ചെറിയ പീസസാണ്. ചെറിയ ഒരു 3-4 പീസസ് അത്രേ ഉള്ളൂ. പിന്നെ ഗ്രേവിയൊന്നും മീൻസ് നമ്മളുടെ ഒരു ചിക്കൻ ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല. അതുപോലെ തന്നെയായിരുന്നു ടൊമാറ്റോ റൈസ്, കോക്കനട്ട് റൈസ്, പിന്നെ ഒരു മസാല റൈസ് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റൈസ് ഐറ്റംസിൽ ഞങ്ങൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കറികൾ നോക്കുകയാണെങ്കിൽ നോൺ വെജ് കറികളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. പിന്നെ ഞങ്ങളൊരു 1-2 വെജ് കറീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു കൂട്ടുകറി ഉണ്ടായിരുന്നു. അതും അത്രയ്ക്കും അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതൊട്ടും പോരായിരുന്നു. ഞങ്ങൾ അതുകൊണ്ടാണ് കൂടുതലും നോൺ വെജ് വാങ്ങിച്ചത്. കാരണം വെജ് ഐറ്റംസ് വാങ്ങിച്ച് എങ്ങാനും ചീറ്റി പോവോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പക്ഷേ അതിലൊരു ഉള്ളിത്തേയിൽ ഉണ്ടായിരുന്നത് അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയാണ് ടേസ്റ്റിൻ്റെ കാര്യം. അതൊരു പ്രോബ്ലം തോന്നിയത് ക്വാണ്ടിറ്റിയുടെ കാര്യത്തിലാണ്. ക്വാണ്ടിറ്റി എനിക്ക് ആക്ച്വലി നാട്ടിലെ റെസ്റ്റോറൻറ്റ്സിൽ ഓരോ കറികൾക്കും എത്രയാണെന്ന് അറിയില്ല. അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ ആയിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഒരു 4 പേരുടെ ഫാമിലിക്ക് ആണെങ്കിൽ ഒരു റൈസ് ഐറ്റംസ് ഒക്കെ നമുക്കൊരു 3 പാക്കറ്റ് വെച്ച് എടുക്കേണ്ട വന്നിട്ടുണ്ട്. കറി ആണെങ്കിലും ഒരു കറി എന്ന് പറയുന്നത് മാക്സിമം 2 പേർക്ക് കഴിക്കാനേ ഉണ്ടാവുള്ളൂ.
ആക്ച്വലി അവരുടെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കഴിക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്, എന്നാൽ 2 പേർക്ക് കഴിക്കാനായിട്ട് അത് ദാറ്റ്സ് നോട്ട് ഇനഫ്. അങ്ങനത്തെ ഒരു ക്വാണ്ടിറ്റി ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കത് ഓക്കെ ആണ്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഒരു റിവ്യൂ. എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ പോയിന്റ്സും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. ക്വാണ്ടിറ്റി പറഞ്ഞു, ടേസ്റ്റ് പറഞ്ഞു, പിന്നെ കൺവീനിയൻ്റ് ആണ് ഓഫ് കോഴ്സ് നമ്മളിങ്ങനെ പോകുമ്പോൾ. പിന്നെ റൈസിൻ്റെ കാര്യം മാത്രം. പിന്നെ ഞങ്ങൾ ഒരു ദിവസം വീട്ടിൽ നിന്ന് തന്നെ അതൊക്കെ ബോയിൽ ചെയ്ത് പാക്ക് ചെയ്ത് ടിഫിൻ ബോക്സിൽ പാക്ക് ചെയ്ത് പോയിരുന്നു. അപ്പോൾ കുഴപ്പമില്ല. എല്ലാം ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് നല്ലത്. കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഇല്ല. അതിപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതായാലും കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് ഇല്ലല്ലോ. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടും ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് ഈ ഒരു ട്രിപ്പിൽ തോന്നിയത്. എന്തായാലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഫുള്ളൊരു പാക്കിംഗ് വീഡിയോ ഇടാമെന്ന് ആദ്യം വിചാരിച്ചു. പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ പോർട്ടബിൾ ബെഡ്റ്റിൻ്റെ കാര്യമൊന്നും ഞാൻ ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എനിക്കറിയില്ല എല്ലാവർക്കും അത് ഓക്കെ ആയ ഒരു കാര്യമാണോ. ഞങ്ങൾക്ക് കുറച്ചധികം ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം സെറ്റ് ചെയ്തിട്ട് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.